അതേസമയം ഇവൻ വന്നു കഴിഞ്ഞാൽ മാറിപ്പോവില്ല. ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ഒരിക്കലും നിങ്ങൾക്ക് ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ലിവറിന്റെ ഉള്ളിൽ നമ്മൾ 2 രീതിയിൽ, സ്വന്തം വീടില്ലോരും വാടക വീടില്ലോരും ഉണ്ട്. ഈ സ്വന്തം വീടില്ലോലും എന്താ ചെയ്യുക, അതിനെ നല്ലപോലെ ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ ലവറൊക്കെ അല്ലല്ലോ നല്ലതിലേക്ക് ശ്രദ്ധിച്ച് കെയർ ചെയ്ത് നല്ലതിലേക്ക് കൊണ്ടുനടക്കും. അതേസമയം റെന്റഡ് ആയിട്ടുള്ള സാധനമാണെങ്കിലോ, വാടക എടുത്താണെങ്കിലോ അതിമെല്ലാം റാമ്പറപ്പളൊക്കെ നമ്മൾ ചെയ്യും. അതേപോലെ അത് ലിവറിന് അങ്ങ് വാടക എടുക്കും. എന്നിട്ട് ലിവറിൽ കയറിയിട്ട് അങ്ങ് ആക്രമിക്കാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ലിവർ ക്യാൻസർ വന്നിട്ട് തട്ടിപ്പോകും. ലിവർ ക്യാൻസർ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഗതി കേട്ടോ. ഇനി അടുത്തത് പ്രിവെൻഷൻ. ഇതിനും വാക്സിൻ ഉണ്ട്. നമ്മൾ എസ്പെഷ്യലി ഞങ്ങളെ പോലത്തെ ആളുകൾ, അതായത് മെഡിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഈ വാക്സിൻ എടുക്കണം. കാരണം നമ്മൾ ബ്ലഡുമായിട്ട് എപ്പോഴും കോണ്ടാക്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. എയ്ഡ്സിലേറെ സ്പ്രെഡുള്ള രോഗം അത്. എയ്ഡ്സിലേറെ സ്പ്രെഡുള്ള ഒരു രോഗമാണ് ഏതെന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. നമ്മൾ ബാർബർ ഷോപ്പിൽ പോയിട്ട് ബംഗാളിക്ക് ഈ രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാതെ ഒരൊറ്റ ക്ലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരൊറ്റ ഡ്രോപ്പ് ബ്ലഡ് മതി, ഒരൊറ്റ ഡ്രോപ്പ് ബ്ലഡ് മതി ഈ പറഞ്ഞിട്ടുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് പ്രതിരോധത്തിന്, ഇത് നമ്മളെ തെറ്റൊന്നുമല്ല. നമ്മളിപ്പോ മുടിയെട്ടിലും താടിയെട്ടിലും നമ്മളെ പ്രശ്നമാണോ? അല്ല. നമ്മളെ നാട്ടിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആളുകൾ വരുന്നത് നമ്മളെ തെറ്റാണോ? അല്ല. അത് ഗവൺമെന്റ് ഒന്നും കൃത്യമായിട്ടുള്ള പരിശോധനയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബ്ലഡിന്റെ ഒരു പ്രിക്ക് മതി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം നിങ്ങൾ ഉറപ്പിച്ചോളി അത് ലിവർ ക്യാൻസർ വന്നിട്ടേക്കാം. അല്ലാതെ നിങ്ങൾ ആരും മരിക്കാൻ പോകുന്നില്ല അങ്ങനത്തെ കേസിൽ. ഇനി അടുത്തത് സിഫിലിസ്. സിഫിലിസ് എന്ന് പറയുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. ഒരു സൈക്കോ ആണത്. ഷമ്മിനെ കണ്ടങ്ങള്, സൈക്കോ ഷമ്മി അതുപോലെ തന്നെയാണ്. മെല്ലൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വ്രണായിട്ട് വരും. അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിൽ അൾസർ വന്നിട്ടുണ്ടോ, പുണ്ണ് വന്നിട്ടുണ്ടോ? അതുപോലെ നിങ്ങളെ ലിംഗത്തിലൊക്കെ പുണ്ണായിട്ടാ വരിക. ആ പുണ്ണാണെങ്കിൽ സിഫിലിസ് ആണ്, വാർഡ്സ് ആണെങ്കിൽ HPV ആണ്, ബ്രേക്കപ്പ് ആണ്, കുരുക്കളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ HSV ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് ഗൊനോറിയ. ഉള്ളിന്ന് അതുപോലെ തന്നെ വജൈനന്റെ ഉള്ളിൽ നിന്നൊക്കെ ചെറിയ ചെറിയ പസ്സുകൾ ഇങ്ങനെ വരിക, പൈപ്പുകൾ പുറത്തേക്ക് വരിക. അത് നോർമലി ഇപ്പൊ നമുക്ക് ലൂക്കോറിയ വരാം, വെള്ളപ്പോക്കിന്റെ പ്രശ്നം വരാം. അതല്ലാതെ വരുന്നുണ്ട്. അതായത് പച്ച കളറ്, മഞ്ഞ കളറ്, അങ്ങനെ കളർഫുൾ ആയിട്ട് വർണ്ണങ്ങളായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളി അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്, എന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളത്. അത് എസ്പെഷ്യലി നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ വേണ്ടാത്രയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതൊന്നില്ലെങ്കിൽ ഗൊനോറിയ ആയിക്കാരം, അതല്ലെങ്കിൽ ക്ലമീഡിയ ആയിക്കാരം. ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ ആയിക്കാരം അത്. അപ്പൊ ഇതാണ് നിർബന്ധമായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ വിട്ടുമാറാത്ത മൂത്രപ്പൈപ്പ്, ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഇതിൽ വരാം. ഇങ്ങനത്തെ ആളുകളിൽ കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇൻഫെർട്ടിലിറ്റി ഇങ്ങനത്തെ കേസിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, ഓൾറെഡി പറഞ്ഞു. ഇനി അടുത്തത് പേൻ എവിടെ വരിക? തലയിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും പേൻ വരുമോ? വരും. നമ്മളെ പ്രൈവറ്റ് പാർട്സിലെ പ്യൂബിക് ഹെയറിൽ വരെ പേന് വരാം. ആ പേനാണ് ഈ പറഞ്ഞിട്ടുള്ള എന്ത്? പ്യൂബിക് ലൈസ് എന്ന് പറയുന്നത് ആ പേനാണ്. ആ നോക്കി നിങ്ങള്, പേനിനെ പോലെ തന്നെ ഉണ്ടോ? ഒരു ഞണ്ടിനെ പോലല്ലേ, അതുകൊണ്ട് തന്നെ ക്രാബ് എന്ന് പറയാം. അത് എങ്ങനെയൊക്കെ നോക്ക്, അതിൽ സ്പ്രെഡിങ് നോക്കിയാൽ നിങ്ങൾ സെക്സ് ചെയ്താൽ വരും. ഇപ്പൊ ഹോസ്റ്റലിലൊക്കെ നിങ്ങൾ നിൽക്കുന്ന ആൾക്കാരല്ലേ, ഹോസ്റ്റലിൽ ഇല്ല എല്ലാവരും ഡേ സ്കോളറാ. ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് അറിയാം. എല്ലാവരും രാവിലെ എണീറ്റ് ഒരേ പ്രശ്നം നയിക്കാറും കുറെ ആളുകൾക്ക്. പല്ലേക്കാറുണ്ടോ? ഓക്കെ, പല്ലേക്കാറുണ്ട്. അപ്പോ നമുക്ക് അവിടെ എന്ത് വരാം? നമ്മൾ ഷെയറിങ് ടവല്, ഫ്രണ്ട്സിന്റെ ടവല് നമ്മൾ തന്നെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഷെയർ ചെയ്യാം, ക്ലോത്ത്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഇതൊന്നും ഷെയർ ചെയ്യണ്ട എന്നല്ല പറയുന്നത്. എപ്പോഴും നിങ്ങൾക്ക് ഒരു ലിമിറ്റ് വെക്കുക. നമ്മളേതായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പേഴ്സണൽ ഹൈജീന് കൊണ്ടു നടക്കുക. നമ്മളെ സാധനങ്ങൾ നമ്മളെ അടുത്ത് തന്നെ കൊണ്ടു നടക്കുക എപ്പോഴും. മനസ്സിലാവുന്നുണ്ടോ? അതല്ലാതെ മറ്റുള്ളവർ ഉപയോഗിക്കേണ്ട. അങ്ങനെ എല്ലാം ഉപയോഗിക്കണം എന്തല്ല, സേഫ് അല്ല എന്ന് മനസ്സിലാക്കുക. ഇതൊന്നും അത്ര പ്രശ്നക്കാരൊന്നുമല്ല. ഇതൊക്കെ പെട്ടെന്ന് മാറിപ്പോകുന്ന ചെറിയ ചെറിയ രോഗങ്ങളുള്ളൂ. ഇതിനൊക്കെ കൃത്യമായിട്ട് ചികിത്സ ഉണ്ട്. ഇതിന്റെ മുന്നേ പറഞ്ഞ ആളുകൾ, അതായത് എയ്ഡ്സ്, HSV, HPV ഇങ്ങനത്തെ രോഗങ്ങളൊക്കെയാണ് നമ്മൾ പേടിക്കേണ്ട രോഗങ്ങൾ. അത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമ്മളെ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യില്ല, അത് വിട്ടു പോകൂല. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത്, ഇതിലിനി ഏകദേശം എന്റെ സെഷൻ കഴിഞ്ഞു, ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇനി ഇന്ന് മുതൽ നിങ്ങളെ ജീവിതത്തിൽ അത് ഫിക്സ് ചെയ്യുക. ഞാൻ പോയിട്ട് ട്രാപ്പിൽ പെടൂല എന്ന് മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞ ഡ്രഗ്സ് ഉപയോഗിക്കില്ല, ഞാനിങ്ങനെ സെക്ഷുവൽ ട്രാപ്പിൽ പോയി പെടൂല. കൃത്യമായിട്ട് നിങ്ങൾക്ക് വിചാരിച്ച നിങ്ങളെ ആള് വരുന്നുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. പടച്ചോ നിങ്ങൾക്ക് ഒരാളെ കണ്ടെത്തിക്കണോ, ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയാ ആ ലൈഫ് വേറെ കാരം. അതിന്റെ മുന്നേ ഈ കാണിക്കുന്ന ബെസ്റ്റ് മറ്റേതും മറിച്ചതൊക്കെ
പിന്നെ ജീവിതത്തിൽ കുറ്റബോധം ഒന്നും കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇന്നത്തെ കുട്ടികൾ അതൊക്കെ അങ്ങനെ കറിവേപ്പില അങ്ങനെ എടുത്തെറിയില്ലേ, അതുപോലെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കറിവേപ്പില എടുത്തു പോലെ. അത് കല്യാണം കഴിഞ്ഞാലും കല്യാണത്തിന്റെ മുന്നേ അങ്ങനെ തന്നെ. അവീതം, ഞാൻ കേൾക്കാത്ത അവീതങ്ങളില്ല. ഇന്നലെ ഒരു പേഷ്യന്റ് എന്നെ കാണിക്കാൻ വന്നതാ, എന്നോട് പറഞ്ഞു സാറേ എനിക്ക് നിസ്കരിക്കാൻ വയ്യ. അപ്പൊ ഞാൻ വിചാരിച്ചു ദീനീബോധം അങ്ങ് കയറിയിട്ട് അത്രക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നമാണ്, അതായത് ഡിസ്ചാർജ് പ്രോസ്റ്ററ്റോറിയ എന്ന് പറയുന്ന ഒരു പ്രശ്നം, ലിംഗത്തിൽ നിന്ന് ഇങ്ങനെ നമ്മളെ മനിയും മതിയും ഇല്ല അത് വരുന്നത്, മീൻ ഡിസ്ചാർജ് വരുന്ന പ്രശ്നം. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല സെറ്റ്, നല്ല ആളാണല്ല, കുഴപ്പമൊന്നുമില്ല, ഒരാളെ നല്ലതിലേക്ക് കിട്ടിയല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്നോട് പറഞ്ഞു അപ്പൊ ചെറുതായിട്ടൊരു ഉദാഹരണക്കുറവിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എപ്പോഴാ അത്? വൈഫുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് അത്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ എന്നോട്, അപ്പൊ ഞാൻ ചോദിച്ചു വൈഫ് അല്ലാതെ വേറെ ഏതെങ്കിലും? ഇന്നത്തെ ആളുകൾ ഉഷാറായോണ്ടാ ഞാൻ പറയുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് സാർ, ആ ഒരു ഒറ്റ വികൃതി മാത്രമേ ഉള്ളൂ, എനിക്ക് ആ ഒരു വികൃതി മാത്രമേ ഉള്ളൂ. നിസ്കരിച്ചാ കൊണ്ട് പറയിപ്പിക്കണ്ട, ഞാനും കൂടെ ഉള്ളില് ആ സമയത്ത് അതങ്ങനെ ചിന്തിച്ച് കയറ്റിയത്. മനസ്സിലാവുന്നുണ്ട്? ആളുകൾ പല രീതിയിലാണ്. എപ്പോഴും റിലേഷൻഷിപ്പിൽ വാല്യൂ കീപ്പ് ചെയ്യാൻ നോക്കുക, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ നോക്കുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിർബന്ധമാക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ട് നിങ്ങളോട് പറയാൻ പോകും, നിങ്ങളൊക്കെ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ, ആർക്കും കെട്ടണ്ടേ? വേണ്ട? ട്രെൻഡ് മാറിയോ? ഇല്ല, നല്ലത് തന്നെയാണ്. കെട്ടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളാ. നിങ്ങൾ എന്താ ചോദിക്കേണ്ടത്? എന്റെ കൺസെപ്റ്റിൽ പെണ്ണിനെ കുറിച്ചൊന്ന് പറഞ്ഞ, ഇത് സത്യസന്ധമായിട്ട് ആൻസർ പറയാൻ, എന്നോട് ദേഷ്യം വെച്ചിട്ട് പറയരുത്. ഓക്കെ, എന്റെ കൺസെപ്റ്റിൽ ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞ, പെണ്ണായാ മതി സാർ. ഓക്കെ ഓക്കെ, അതായത് ഇതിലെന്താ ഉള്ളത്? ആളുകൾക്ക് പല കൺസെപ്റ്റ് ഉണ്ടാവും, ഹൈറ്റ്, മറ്റേത്, മറിച്ചത്, നിറം, കണ്ണ്. പക്ഷെ ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ ജെൻസി, ഞാൻ ജെൻസി പെടുമില്ല, ബൈക്കണം. ഓക്കെ, ജെൻസിയുള്ള ആളുകള് നിർബന്ധമായിട്ടും വാങ്ങേണ്ട സാധനം എന്ന് പറയുന്നത് സെക്ഷുവൽ ഡിസീസിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. സെക്ഷുവൽ ഡിസീസിന്റെ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ഈ സ്ത്രീധനം, അതല്ലെങ്കിൽ ചെക്കന്റെ ചൊർക്ക്, മറ്റേ സ്വഭാവം, നാട്ടിൽ പള്ളി കമ്മിറ്റി പോയി അന്വേഷിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ചോളി. അതിന്റെ കൂടെ വാങ്ങേണ്ട സാധനം നല്ലൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഈ പറഞ്ഞ വൃത്തിയട്ട രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ആദ്യം ഉറപ്പുവരുത്താം. കാരണം എന്താ, അത് നിങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ ആർക്കാ കിട്ടുക? നേരെ നിങ്ങൾക്കാ കിട്ടുക. നിങ്ങൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. നല്ല കുട്ടികളായിട്ട് വളർന്ന ആളുകളേക്കാരം നേരെ തിരിച്ചു കൊടുക്കും. നല്ല കുട്ടികളായിട്ട് വളർന്ന ആളുകളേക്കാരം നേരെ തിരിച്ചു കൊടുക്കും വരാ. ഇപ്പത്തെ പെണ്ണുങ്ങളെ ഞാൻ അങ്ങനെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുന്നില്ല. പാല് കുടിച്ചു വരും ഉണ്ട്. അപ്പോ നിങ്ങൾ വാങ്ങേണ്ട സംഗതി എന്ന് പറയുന്നത് HSV, മീൻ ഇങ്ങനത്തെ എല്ലാ ഡിസീസും ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാ. കല്യാണത്തിന്റെ മുന്നേ ആ ടെസ്റ്റ് കൊടന്നിട്ട് കെട്ടിയാൽ മതി. മനസ്സിലാവുണ്ടോ? പെണ്ണിട്ടൂല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ചേഞ്ച് ചെയ്യേണ്ട സാധനം പിന്നെ അല്ലേ തന്നെ പെണ്ണിട്ടില്ല. എന്റെ കല്യാണം കഴിഞ്ഞതാട്ടെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അതായത് നമുക്ക് അങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമാക്കുക. അപ്പൊ ഇത്രയും അവയർനെസ് നിങ്ങളെ ഉള്ളിൽ വെക്കുക. ഞാൻ സെക്സ് ചെയ്യണ്ടെന്ന് ഓടിയും പറഞ്ഞിട്ടില്ല. സെക്സ് വേണം, ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് സെക്സ്. നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ കടന്നു കഴിഞ്ഞാൽ സെക്സ് ഇല്ലെങ്കിൽ അതിനെ കൊണ്ട് ഡിവോഴ്സ് ആവുന്ന ആളുകളുണ്ട്. സെക്സ് ഇല്ലാത്തതിനെ കൊണ്ട് ഡിവോഴ്സ് ആവും. കാരണം സെക്സ് വേണം ജീവിതത്തില്. അപ്പൊ സെക്സ് വേണ്ട എന്നല്ല പറഞ്ഞത്, സേഫ് സെക്സ്, സ്മാർട്ട് സെക്സ്. ഈ പ്രായത്തിലുള്ള പൊട്ടത്തരോ എക്സ്പെരിമെന്റ് ഒക്കെ മാറ്റിവെച്ച് മുന്നോട്ട് പോയി നല്ല കുട്ടികളായിട്ട് ജീവിക്കട്ടെ. ജീവിതത്തിൽ എല്ലാവരും സക്സീഡ് ആവട്ടെ.